അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ? ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്. അയാൾ MLA ആയില്ലേ? ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതിനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിന് ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു. സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ്, പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഹോച്ചിമിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ, താഴെ ഇറങ്ങുകളാന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുമായിരുന്നു. ഇന്ന് ലോകം അവരെ ബഹുമാനിക്കുന്ന അവർ ചെയ്തതിൻ്റെ പേരാണ്. നിങ്ങൾ എത്ര ഇവിടെ ആയി എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു? നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ലേ? എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്തായാലും ചോദിക്കാത്തത്? അയാളോട് എന്തായാലും ചോദിക്കുക? അല്ല, പാർലമെന്റ് മത്സരിപ്പിച്ചല്ലേ 3-ാമതിപ്പോൾ? എന്താ ചോദിക്കാത്തത്? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ച് ഒരിക്കലേ തോറ്റുള്ളൂ, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടെന്താ ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പം എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ പേരിലൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമല്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടും എന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. ജയിക്കണം, പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ബൂർഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-63 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് പിടിക്കും. അത്രയേ ഉള്ളൂ.